ഒരുപാട് ഫണ്ട് അവനിലേക്ക് വരുന്നതുണ്ട്. അപ്പൊ അത് അവനിലേക്ക് എത്താൻ നല്ലതല്ലേന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. അപ്പോൾ ആക്ച്വലി എനിക്കും അതിലേക്ക് ചെറിയ ബെനിഫിറ്റ് ഉണ്ട്, അവനും ആ ബെനിഫിറ്റ് ഉണ്ട്, എല്ലാവർക്കും. അതായത് പല ഇന്റർവ്യൂസിലും ആളുകൾ പറയുന്നതാണ്, അത് ഇവൻ ഒരു 10,000 രൂപയുടെ ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ അതിൽ 2,000 രൂപ മാത്രം ഇവന് കിട്ടിയിട്ട് ബാക്കി പൈസ മൊത്തം നിങ്ങളാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു സർക്കിൾ ആളുകളാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വിവാദങ്ങൾ ഇതിനൊപ്പം വരുന്നുണ്ട്. അതിന്റെ ഒരു സത്യാവസ്ഥ എന്താണ്? ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മലപ്പുറം വരെ പോവാ എന്ന് പറയുന്ന സാധനം നിങ്ങൾ ഊബറിൽ ടൈപ്പ് ചെയ്തെങ്കിൽ എത്ര രൂപയാണ് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യാം മലപ്പുറം വരെ പോകാനുള്ളത്. ഇപ്പൊ ഇത് ഒരുപാട് പേര് കുറെ കുട്ടികളൊക്കെ പറയുന്നുണ്ട്, അവൻ അത്ര എടുത്തു, അവൻ അത്ര കൊടുക്കുന്നുള്ളൂ, അങ്ങനെയുള്ള സംഭവം. ഇതൊക്കെ ഞാനും അലിനും മാത്രമുള്ള പേഴ്സണൽ ഡീലിങ്സ് ആണ് ആക്ച്വലി സംഭവം എങ്ങനെയാണെന്നുള്ളത്. കാരണം ഇവനിവിടെ പേഴ്സണൽ ഓട്ടങ്ങൾ ഒരുപാട്, ഞാൻ ഇടക്കൊച്ചി പോയി അവനെ വിളിച്ചിട്ട് ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അതിനുള്ള പേയ്മെന്റ് അവൻ തന്നെ പറയാറുണ്ട്, ഇങ്ങനെയാണ് ചേട്ടാ എത്ര രൂപ തരാം എന്ന് പറയാറുണ്ട്. അത് ഞങ്ങൾ പേഴ്സണലുള്ള ടോക്സും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അവന്റെ അടുത്ത് നിന്ന് അവനെ പറ്റിച്ചിട്ട് ഒരു പൈസയും കൂടുതൽ വാങ്ങിച്ചിട്ടില്ല. എടാ ഇത്ര രൂപയാവും. ഞാൻ അവനോട് പറയാനുള്ളത്, എടാ വണ്ടി പോയെന്ന് എനിക്ക് നഷ്ടമാണ്, നിനക്ക് ഇത്രയും ദൂരം പോയി നിനക്ക് നഷ്ടമാണ്. എനിക്ക് ഞാൻ പരിപാടിക്ക് പോവാറുണ്ട്. ഇതിന് മുമ്പ് 2-3 പരിപാടിക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എനിക്ക് അറിയില്ല. 3-4 പരിപാടി പോയിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷമുള്ളതാണെങ്കിൽ ഞാൻ അവനെ മാക്സിമം അവന് നഷ്ടമില്ലാത്ത രീതിയിൽ ഫണ്ട് അവനിലേക്ക് എത്തിക്കാൻ നോക്കാം. കാരണം നമ്മൾ പോണ വഴിക്ക് ഇവനെ ഒരിക്കലും തട്ടുകടയിൽ കയറി ഫുഡ് കഴിക്കുന്നവനല്ല. ഇവന് ദേപ്പൊട്ട് പോലത്തെ 5 സ്റ്റാർ ലെവൽ ഓഫ് ഇതിൽ അവന് കയറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അങ്ങനെ കയറിയാലാണ് അവൻ കംഫർട്ടബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ലെവലിൽ സംഭവത്തിലെ കയറാറ്. ഞാൻ അവനോട് പറയാറുണ്ട്, എടാ ഇതിൽ കയറി ഇത്ര ഫണ്ടാവും, ഇത്ര പൊട്ടും, അല്ലെങ്കിൽ ഇങ്ങനെ കയറാ ഇത്ര പൈസ ഉണ്ട്, നമ്മൾ ഇത്ര പേരൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ ഇത്ര പേർക്ക് ഇത്ര ഫണ്ട്. അപ്പൊ ഞാൻ ചില സമയത്ത് ഞാൻ തന്നെ പൈസ എടുക്കാറ്, ചില സമയത്ത് അവനാ പൈസ എടുക്കാറ് ഫുഡിന്റെ കാര്യത്തിൽ. പിന്നെ ലാസ്റ്റ് പിന്നെ നമുക്ക് ഇതിൽ ചെലവാണി അവന്റെ സ്യൂട്ട് സാധനത്തിനൊക്കെ നല്ല അത്യാവശ്യം വാടകയുണ്ട്.